നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് 4ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. അതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ്, നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു, F=Gm1m2/d², അല്ലേ? F=Gm1m2/d². ആ ഫോർമുല അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? എ ചൈൽഡ് ഓഫ് മാസ് 40 kg ഈസ് സിറ്റിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഫ്രം അനദർ ചൈൽഡ് ഓഫ് മാസ് 50 kg. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. എന്തായാലും പറയുന്നത്, ഒരു കുട്ടിയുടെ മാസ് 40 kg, രണ്ടാമത്തെ കുട്ടിയുടെ മാസ് 50 kg. ഇവർ തമ്മിൽ നിൽക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1 meter, അല്ലേ? 1 meter. ക്ലിയർ ആണല്ലോ? ഇനി അതിൽ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ആ ഫോർമുലയിലേക്ക് എന്ത് കൊടുത്താൽ മതി? ആ ഫോഴ്സിൻ്റെ ആ ഫോർമുലയ്ക്ക് Gm1m2/d² ഡയറക്റ്റ് ഇത് അങ്ങ് പുട്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. നോക്കാം, എന്താണ്? F=Gm1m2/d². കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. അതിൽ G എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ്? 1.67 × 10⁻11 Nm²/kg². കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടില്ല? G തന്നിട്ടില്ല. അപ്പം നമ്മൾ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയാൻ കാരണം എന്താ? പറഞ്ഞത് ശരിയായി മനസ്സിലായോ? അപ്പോൾ G എന്തായാലും പഠിക്കണം. G എത്രയാണ്? ആക്സിലറേഷൻ എന്താണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് G എന്ന് പറയുന്നത് 6.67 × 10⁻11 Nm²/kg² ആണ്. അത് ഡയറക്റ്റ് കൊടുത്താൽ മതി. ആ ജീൻ്റെ സ്ഥാനത്ത് അത് കൊടുക്കുന്നു. ആ ഫോർമുല അതേപോലെ തന്നെ കൊടുക്കുന്നു. അതിൽ M1 എന്ന് പറയുന്നത് 40 kg, M2 എന്ന് പറയുന്നത് 50 kg, D എന്ന് പറയുന്നത് 1 meter. G എന്ന് പറയുന്നത് നമുക്ക് ആ കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. അത് നമുക്കതിൽ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ F= ഇത് ജിയുടെ വാല്യൂ കൊടുത്തു 40. ഫസ്റ്റ് വസ്തുവിൻ്റെ മാസ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ 50. അടുത്ത അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കണം. ഇത് മറന്നു പോയത്, സ്ക്വയർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് പോവും, ഡിസ്റ്റൻസ് പോരാ, അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര വാല്യൂ നോക്കാം. ഇതിങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടും. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 0.0000133 ന്യൂട്ടൺ എന്നുള്ള രീതി കിട്ടും, അല്ലേ? ഇത് നമ്മളിത് ചെയ്ത് നോക്കിയാൽ കിട്ടും, അല്ലേ? അത് നിങ്ങളൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ അങ്ങനെ കിട്ടുന്ന മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. എ ബോഡി ഓഫ് മാസ് 50 kg ആൻഡ് അനദർ ബോഡി ഓഫ് മാസ് 60 kg ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2 meter. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? G തന്നിട്ടുണ്ട് 6.67 × 10⁻11 Nm²/kg². സെയിം പ്രോബ്ലം തന്നെ. അതിൽ കൊടുക്കുന്നതിന് പകരം ആ മാസ് ഒന്ന് മാറി, ഡിസ്റ്റൻസും മാറി, ഇത്രേ ഉള്ളൂ. F= എന്താണ് ഇവിടെ? F= ആണ് G എന്ന് പറയുന്നത് എത്രയാണ്? 6. F= എന്താണ്? 6.67 × 10⁻11 ഇൻറ്റു എത്രയാണ് ഇവിടെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 50 kg ഇൻറ്റു എത്രയാണ് അടുത്ത വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്? എത്രയാണ്? 50യും 60യും, അല്ലേ? 60 kg ഡിവൈഡഡ് ബൈ എത്രയാണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്? 2², അല്ലേ? 2². എത്രയാണ് കിട്ടുക, അല്ലേ? ഇത് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.0025 ഇൻറ്റു 10⁻⁻8. അത്രയും ന്യൂട്ടൺ ആയിരിക്കും ഈ ഫോഴ്സ്. ഓക്കെ, അത്രയും ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 5.0025 ഇൻറ്റു 10⁻⁸8 ന്യൂട്ടൺ. അത്രയായിരിക്കും അതിൻ്റെ ഫോഴ്സ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഞാനൊരു പ്രോബ്ലംസ് നിങ്ങൾക്ക് തരട്ടെ. ഇതേ പ്രോബ്ലത്തിൻ്റെ ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ്.
എ ബോഡി ഓഫ് മാസിന് പകരം എ ഷോർട്ട് പുട്ട് എന്ന് കൊടുത്താൽ മതി. ഞാൻ പറയാം, എ ഷോർട്ട് പുട്ട് ഹാവിങ് മാസ്, നിങ്ങൾ എടുത്തെടുക്കുക. ഈ മാസിന് ഞാനൊന്ന് മാറ്റം വരുത്തി, ഈ ബോഡി ഓഫ് മാസിന് പകരം ഷോർട്ട് പുട്ട് എന്ന് കൊടുത്തു. ഇത്രയേ ഉള്ളേ. എ ബോഡി ഓഫ് മാസിന് പകരം എ ഷോർട്ട് പുട്ട്. എ ഷോർട്ട് പുട്ട് ഓഫ് മാസ്, എ ഷോർട്ട് പുട്ട് ഓഫ് മാസ് 4 കിലോഗ്രാം. 4 കിലോഗ്രാം. അപ്പോൾ ആദ്യത്തേത് M1 എന്ന് പറയുന്നത് 4 കിലോഗ്രാം. ആൻഡ് അനദർ ഷോർട്ട് പുട്ട് എ ബോഡി ഓഫ് മാസിൻ്റെ പകരം അനദർ ഷോർട്ട് പുട്ട് ഓഫ് മാസ് 6 കിലോഗ്രാം. 6 കിലോഗ്രാം. ഹാവിങ് എ ഡിസ്റ്റൻസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2 മീറ്റർ. 2 മീറ്ററിന് കൊടുത്താൽ മതി. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? ജിയും തന്നിട്ടുണ്ട്. എത്രയാണ്? 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഒറ്റ ചേഞ്ച് ചെയ്തിട്ടുള്ള എ ബോഡി ഓഫ് മാസിന് പകരം എ ഷോർട്ട് പുട്ട് ഓഫ് മാസും ചേഞ്ച് ചെയ്തു. എത്രയാണ്? ആദ്യത്തെ 50 കിലോഗ്രാം പകരം 4 കിലോഗ്രാം. ആൻഡ് അനദർ ബോഡി ഓഫ് മാസിന് പകരം അനദർ ഷോർട്ട് പുട്ട് ഓഫ് മാസ് എത്രയാണ്? 60 കിലോഗ്രാമിന് പകരം എത്രയാണ്? 6 കിലോഗ്രാം ആക്കി മാറ്റി. ഇനി ഡിസ്റ്റൻസ് എത്രയാണ്? ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. 2 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അതായത് M1 = എന്താണ്? അപ്പോൾ ഒന്നുകൂടി എടുക്കുകയാണ്. M1 = എത്രയാണെന്നുള്ളത് ഒന്നുകൂടി ആ പ്രോബ്ലത്തിൻ്റെ ഇതൊന്നും കൂടി ക്ലിയർ ആക്കുകയാണ്. M1 = എത്രയാണ്? നമ്മുടെ 4 കിലോഗ്രാം. M2 എത്ര? = 6 കിലോഗ്രാം. ആൻഡ് എത്രയാണ്? നമ്മുടെ ഡിസ്റ്റൻസ് D എത്രയാണ് തന്നിരിക്കുന്നത്? 2 മീറ്റർ. ഓക്കെ. ജിയും തന്നിട്ടുണ്ട്. ജി തന്നെ തന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.